രംഗത്ത് സജീവരായിരിക്കുന്ന പല താരങ്ങളും വിവാഹിതരല്ല എന്ന കാര്യം നമുക്കറിയാം. പല നടിമാരും ഇന്നും അവിവാഹിതരായി തുടരുന്നുണ്ട്. അതിൽ ഒരാളാണ് ശോഭന. അതുപോലെ മറ്റൊരു താരമാണ് കൃഷ്ണപ്രഭ. കൃഷ്ണപ്രഭ വിവാഹിതയാണോ? വിവാഹമോചിതയാണോ? രണ്ടാം വിവാഹം കഴിച്ചയാളാണോ? കുഞ്ഞുണ്ടോ? അങ്ങനെ പല കാര്യങ്ങളും പല ആരാധകരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല, വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ് കൃഷ്ണപ്രഭ എന്ന നടിയും നർത്തകിയുമായ താരം. ചേച്ചിക്ക് പക്ഷെ ഇപ്പൊ പറഞ്ഞു പാഷനേറ്റ് ആണ്, മാരേജിനോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ പോലും ഒരു ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടില്ലേ? കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്നോ? ഇറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് മേ ബി ഒരു വൈഫായിട്ടൊക്കെ പെർഫോം ചെയ്യുമ്പോൾ കുട്ടികളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കണം എന്നല്ല, രസമായിരിക്കും. അങ്ങനെ തോന്നിയിട്ടില്ല, ഉറപ്പാ. പിന്നെ ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്റെ ഫാമിലി, എന്റെ ബ്രദറിന് ഇപ്പൊ 45 വയസ്സായി. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങള് രണ്ടുപേരും ബാച്ചിലേഴ്സ് ആണ്. ഞങ്ങൾ 3 പേരുമായിട്ട്, ഞാനും അമ്മയും ബ്രദറുമാണ്. ഇവരാരും എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രഷർ ചെയ്തിട്ടില്ല. പല കുട്ടികൾക്കും പറ്റുന്ന അവർക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ വീട്ടുകാരുടെ പ്രഷർ കൊണ്ട് ഇപ്പത്തെ ഞാനൊരു കല്യാണത്തിന്റെ ഒരു ഇത് കാണുന്നത്, എല്ലാവരും കല്യാണം കഴിച്ചു, എന്നാ നമുക്ക് കല്യാണം കഴിക്കാം, അയാളുടെ മോള് കല്യാണം കഴിച്ചു, നീ മര്യാദ കല്യാണം കഴിച്ചു, അങ്ങനത്തെ ഉള്ള ഭയങ്കര ഇതുണ്ട്. പിന്നെ ഇപ്പൊ വെഡിങ് വീഡിയോസ് മറ്റു ഇതൊക്കെ കാണുമ്പോ ആ ഒരു ദിവസം നമ്മൾ എന്തോ വണ്ടർലാൻഡിലാണെന്നുള്ള അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, തട്ടിയും മുട്ടി ഇടിയും ബഹളവും. അപ്പൊ അതിന്റെയൊക്കെ ഈ ഇടിയുടെ ബഹളത്തിന്റെ ഒന്നും ഇടയിലും നമുക്കായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനേ ഒരു സമയം ഉണ്ടാവില്ല, അതിനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കില്ല. അപ്പൊ എന്തിനാണ് ഈ ഗുരുവായൂരിൽ പോകണം? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവനവന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നിയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് കുറേ ചെറുതിലെ മുതലേ തന്നെ, ഞാൻ എൻ്റെ ഒരു ടീനേജ് ഒക്കെ മുതലേ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതൊരു ആവശ്യമില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഈ കല്യാണം. ഞാൻ ഇപ്പോഴും ആരുടെ അടുത്തോണല്ലോ ഉറപ്പായിട്ട് പറയാം, മെജോറിറ്റി ആൾക്കാരും കല്യാണം കഴിച്ചതിന് ശേഷം വേണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോ ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കണക്കിന് അതാ നല്ലത്. അപ്പൊ അതായത് അവരുടെ ഉള്ളിൽ നിന്ന് വരികയാണ്, ഒരു കണക്കിന് അതാ നല്ലത്, കൃഷ്ണ കല്യാണം കഴിക്കണ്ട കേട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട്, അതായത് കല്യാണം കഴിച്ചവര് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പോകുന്ന ഇല്ല എന്നല്ലാട്ടോ പറയുന്നത്, ഒരുപാട് പേര്, എനിക്കറിയാവുന്ന കുറെ പേര് നന്നായിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിന് പുറത്തിന് നമ്മൾ അഭിനയിക്കുന്നതാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും അവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ പോകുന്നതാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബെറ്റർ ഹാഫിനെയാണ് കിട്ടുന്നതെങ്കിലോ അത്ര ബെറ്റർ റിസ്ക് എടുക്കാൻ, സ്വന്തം ലൈഫ് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ആരും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്റെ അമ്മയാണ് ധൈര്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും അമ്മയെ ചേർത്ത് നിർത്തുന്ന ഒരാൾ കൂടിയാണ് കൃഷ്ണപ്രഭ. സ്വന്തമായി ഒരു ഡാൻസ് അക്കാഡമിയും കൃഷ്ണപ്രഭ തുടങ്ങിയിട്ടുണ്ട്. 6 പേർ ചേർന്നിട്ടാണ് ഇത് തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ ഒരുപാട് പേര് ആ അക്കാദമിയിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും ഒക്കെ കൃഷ്ണപ്രഭ മനസ്സ് തുറക്കുന്നുണ്ട്. തനിക്ക് ഏറ്റവും അധികം സംസാരിക്കാൻ, വെറുതെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം തന്റെ ബെറ്റർ ഹാഫായിട്ട് വരുന്ന ഒരാളെന്ന് കൃഷ്ണപ്രഭ പറയുന്നു. തന്റെ അറിവിലുള്ള പലരും, തന്റെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും, അറിവിലുള്ള പല ആൾക്കാരും ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് ജീവിക്കുന്നത്. ആ ജീവിതം ഒട്ടും തൃപ്തികരമല്ല. തനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ല. സ്വതന്ത്രയായിട്ട് തന്നെ ജീവിക്കണം, എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ ജീവിക്കണം എന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്നൊരു കാര്യത്തോട് താല്പര്യമില്ലാത്തതും. കൃഷ്ണപ്രഭയ്ക്ക് ഒരു സഹോദരനാണുള്ളത്. സഹോദരനും വിവാഹിതനായിട്ടില്ല. വിവാഹത്തോട് 2 പേർക്കും വലിയ താല്പര്യമില്ല. ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനാണ് താല്പര്യം, അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തൃപ്തികരമല്ലാത്തൊരു ജീവിതം നയിക്കാനോ ഒന്നും തനിക്ക് താല്പര്യമില്ല എന്നാണ് താരം പറയുന്നത്. നിരവധി സിനിമകളിലും സീരിയലുകളിലും കോമഡി വേഷങ്ങളിലൂടെയാണ് കൃഷ്ണപ്രഭയെ നമുക്കറിയാന്നുള്ളത്. മാത്രമല്ല, ഒരു സമയം കഴിഞ്ഞപ്പോൾ നർത്തകി എന്ന ലെവലിലേക്ക് കൃഷ്ണപ്രഭ വളരെ വലിയൊരു മുന്നേറ്റം നടത്തുകയും ചെയ്തു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിക്കാലത്തെ കൃഷ്ണപ്രഭ നൃത്തത്തിലേക്ക് അരങ്ങേറ്റം നടത്തിയിരുന്നു. എന്നാൽ നർത്തകി എന്ന നിലയിൽ കൃഷ്ണപ്രഭ വലുതായിട്ടൊന്നും അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ പിന്നീട് സിനിമ സീരിയൽ രംഗത്തൊക്കെ ഒരു ഇടവേള എടുത്ത, അതിനൊക്കെ ഒരു ഗ്യാപ്പ് കൊടുത്ത കൃഷ്ണപ്രഭ കംപ്ലീറ്റ് ആയിട്ട് ഡാൻസിലോട്ട് തിരിയുകയായിരുന്നു. അങ്ങനെ നിരവധി സ്റ്റേജ് ഷോകളും മറ്റുമൊക്കെ താരത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
തന്റെ അമ്മയും വളരെ ചെറുപ്പത്തിലേ തന്നെ വിധവയായി മാറിയ ആളാണ് എന്ന് കൃഷ്ണപ്രഭ പറയുന്നുണ്ട്. താൻ എല്ലാ കാര്യത്തിലും, എല്ലാ സ്റ്റേജ് ഷോകളിലാണെങ്കിലും യാത്രകളിലാണെങ്കിലും അമ്മയൊപ്പം കൂട്ടുന്ന ആൾ കൂടിയാണ് കൃഷ്ണപ്രഭ. അമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു. എന്നാൽ അമ്മ അത് അയ്യോ വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു എന്നും താരം പറയുന്നു. പിന്നീട് അമ്മ ജീവിച്ചത് അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ അമ്മയാണ് കൃഷ്ണപ്രഭ കൂട്ടായിട്ട് ഒപ്പം കൂട്ടിയിരിക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നടക്കും, നല്ല രസമുണ്ടല്ലോ കാണാൻ. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് അവരൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പറയും, എല്ലാവരും പറയും ഞാനും അമ്മയും കൂടെ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ പുറത്തേക്ക് പോയി അങ്ങനെ ഒന്നും പറയില്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്മ എനിക്ക് തോന്നുന്നു ഹാപ്പിയാണ്. സാധാരണ നമ്മൾ ഒരു ഇവിടുത്തെ നാട്ടും പുറത്തെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മമാരെ അയ്യോ മക്കൾ ഒറ്റയ്ക്ക് അത് അങ്ങനത്തെ ഭയങ്കര ബോധോടായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മാരേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അമ്മ കല്യാണം കഴിച്ചതാ. എന്റെ അച്ഛന്റെ പേര് പ്രഭാകരൻ നായർ, അമ്മ ഷീല പി നായർ. രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാനും എന്റെ ബ്രദറും കല്യാണം കഴിച്ചില്ല. അങ്ങനെ കുറച്ചുകൂടെ വ്യക്തമാക്കി പാടു കുട്ടി എന്ന് പറഞ്ഞാല് ഞാൻ അപവാദം നാളെ നിങ്ങൾക്ക് മറുദൃഷ്ടം പറയാൻ ആളായിട്ടോ. എന്നാലും ആങ്കർ കുട്ടി സ്വീറ്റ് എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നേ. 23 വർഷമായി ഞാനിങ്ങനെ കൊച്ചിന്റെ പുറകെ നടക്കണത്. ഞാനും വേറെ ആരുടെ ഒരു ഇതിനൊന്നും അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 24 വർഷമായി. 24 വർഷമായി അച്ഛൻ മരിക്കുമ്പോ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ പ്രായത്തിൽ വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. അപ്പൊ ഒരുപാട് പേര് അന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അമ്മ പിള്ളേര് മതി. അന്ന് മുതൽ ഞങ്ങൾ 3 പേര് ഇപ്പൊ ടച്ച് വുഡ് ഇപ്പോഴും നല്ല കൂളായിട്ട് നടക്കുന്നു. അപ്പൊ ഞാനിതാണ് അമ്മയെ കൊണ്ടുപോകുന്നതിന്റെ ഒരു റീസണും ഇതാണ്. പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ്, പിന്നെ എല്ലാ കാര്യത്തിലും അമ്മ അറിയാം. ഇപ്പൊ ക്ലാസ്സിന്റെ കാര്യം, പ്രോഗ്രാമിന്റെ കാര്യം, ഓരോ ക്യൂ ഷീറ്റ് പോലും അമ്മയ്ക്ക് അറിയാം. അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഏതിന് കയറണം അങ്ങനെയുള്ളത് എല്ലാം. ഫസ്റ്റ് കമ്പാനിയൻ ആണ് കൂടെ ഉള്ളത്. പിന്നെ ഓരോരുത്തരെ കണ്ടാലും ഞാൻ എല്ലാം ശ്രദ്ധിക്കും. അവരുടെ ഒരാളെ കാണാൻ പറയും, കമ്പനിയൊക്കെ തന്നെ വർത്താനൊക്കെ പറയാം. ഞാൻ പറയും അവനെ ഒന്ന് സൂക്ഷിച്ചോട്ടാന്ന് പറയും. എല്ലാ കാര്യങ്ങളും അല്ലേ. പരദൂഷണമാണെങ്കിൽ അങ്ങനെ, പ്രോഗ്രാം ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, എല്ലാത്തിലും ബെസ്റ്റ് കമ്പാനിയൻ ആണ്. ഇതാണ് എനിക്കൊന്ന് റോക്കി ഭായി പറഞ്ഞ പോരാളിയും തോന്നുന്നത്. എല്ലാത്തിനും ബെസ്റ്റ് പാർട്ട്ണർ ആണ് അല്ലേ. ഇതുപോലെ ഒരാള് പോരെ, വേറെന്താ വേണ്ടത്? അതെ അതെ, ഇപ്പോഴാണ് മനസ്സിലായത്. ചേച്ചീനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്ന സമയത്ത് വലിയ കസേര അവിടെ അടുത്ത ആൾ ഇവിടുത്തെ ജലപതി ഇരുമ്പോണ്ട് ഇരുത്താൻ പറഞ്ഞ എന്തിനാന്ന്. ശരിക്കും ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് അമ്മയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട്. ഇനി ഡാൻസ് ഞാൻ പറയും ഒരുപാട് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഇല്ല. അപ്പൊ ഞാൻ പറയും സ്വന്തമായിട്ട് വീട്ടിൽ എന്റർടൈനർ ഉള്ളപ്പോൾ വേറെ എന്തിനും എന്റർടൈൻമെന്റ് എല്ലാം കൂടെ ഉള്ള ഒരാളുണ്ടല്ലോ, അത് മതിയല്ലോ.